നിങ്ങൾ വീട് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അല്ലേ, ഇത് യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് നൽകുമെന്നുള്ള ഒരു കാര്യം അദ്ദേഹം തന്നെ തെളിയിച്ചു തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ജയിലിലൊക്കെ പോയിട്ടുണ്ട്. ആരും അറിയാത്ത കാര്യങ്ങൾ അതൊക്കെ. ഞാൻ മാത്രമല്ല, എന്റെ പ്രേക്ഷകർക്ക് ഒരു സംഭവമുണ്ട്. ഞാൻ മാത്രമാണ് ഇപ്പൊ ഈ ജയിലിൽ പോയിട്ടുള്ളത് എന്ന്. യൂട്യൂബറായ ഷാക്കിറും പോയിട്ടുണ്ട്. കാരണം എനിക്ക് നിങ്ങളെ കാണുമ്പോൾ കൊതിയാണ്. നിങ്ങളൊക്കെ ഓരോ ആൾക്കാരായിട്ട് അലക്കുന്നതാണ് ഞാൻ വേഗം ഫോണിലും ഭാഗ്യം. യൂട്യൂബിൽ അങ്ങനെയുള്ള ഹരാസ്മെന്റ് കമന്റ്സ് വളരെ കുറവാണ്. ഫേസ്ബുക്കിൽ പബ്ലിക് കേരളയുടെ കമന്റ് ബോക്സ് കാണാത്തത് കൊണ്ടാണ്. പെട്ടെന്നാണ് ഒരു ഫോൺ കോൾ വരുന്നത്. എന്നോട് എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഒരാൾ വന്നിട്ടുണ്ട്, പബ്ലിക് കേരളയുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച ആരപ്പ ആള് എന്ന്. അപ്പം എന്നോട് പറഞ്ഞു, ആള് നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് പറയടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മല്ലു ട്രാവലർ ഓഫീസിലോട്ട് വരികയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മല്ലു ട്രാവലർ എന്ന് പറയുന്നത് കേരളം മൊത്തം അറിയുന്ന ഒരാളല്ലേ, എനിക്ക് മാത്രം അറിയുന്ന ഒരാളായിട്ട് അങ്ങനെ ചുരുക്കേണ്ടതില്ല, എന്തായാലും മൂപ്പരങ്ങ് വരട്ടെ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ദാ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനൊന്നുമില്ല എന്നാണല്ലോ പറഞ്ഞത് അല്ലേ. അപ്പം ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു പുതിയ പ്ലാനുമായിട്ടാണ് നമ്മുടെ മല്ലു ട്രാവലർ പ്രേക്ഷകർക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുള്ളത് അല്ലേ. അതൊരു ട്രെൻഡിങ് ആണ് ആ പ്ലാൻ. ആ പ്ലാൻ തന്നെ നമുക്ക് ആദ്യം സംസാരിച്ചാലോ. ഓക്കെ, നമ്മുടെ ഗിവ് അവേന്റെ പ്ലാൻ. ആദ്യമായിട്ട് എൻ്റെ പേര് ഷാക്കിർ, എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല, പ്രേക്ഷകരെ പറ്റിക്കുന്നത് പോലെയാണ് അതൊക്കെ പറയുന്നത്. എന്തായാലും എല്ലാവർക്കും, കാരണം ശരിക്കും നിങ്ങളുടെ ചാനൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും എൻ്റെ വ്യൂവേഴ്സ് ആവണമെന്നില്ല. കാരണം ഈ കാസർഗോഡ് ബേസ്ഡ് ഒരുപാട് ആൾക്കാർ, ഈവൻ യൂട്യൂബ് ഉപയോഗിക്കാത്ത ആൾക്കാർ വരെ നിങ്ങളുടെ പ്രേക്ഷകരായിട്ടുണ്ടാവും. നിങ്ങളുടെ ചാനലിൽ ആ ഒരു കണ്ടന്റും ഉണ്ട്. അപ്പം അവർക്കൊക്കെ എന്നെ അറിയണമെന്നില്ല, അതുകൊണ്ടാണ് പരിചയപ്പെടുത്തത്. ഞാൻ അത് പറയാനുള്ള കാരണം തള്ളുകയാണ് എന്ന് തോന്നരുത്. മലയാളികൾക്ക് ഷാക്കിറിന് ഇഷ്ടമാണ്, ഷാക്കിറിന്റെ ചാനൽ ഇഷ്ടമാണ്. യൂട്യൂബിനകത്ത് വന്നിട്ടുള്ള മലയാളികളിൽ ഒരു 90% ആളുകളും ഷാക്കിറിനെ കാണാൻ വരാറുണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നുള്ളത്. അതിന് തുടങ്ങട്ടെ. ശരിയാണ്. ഓക്കെ, ഞാനൊരു പുതിയൊരു കൺസെപ്റ്റായിട്ട് വന്നിട്ടുള്ളത്. കൺസെപ്റ്റിൽ ഒരു പുതിയൊരു ഗിവ് അവേ ആണ് കേട്ടോ. നമ്മുടെ മലയാളികൾക്ക് ഓണസമ്മാനമായിട്ട് ഒരു 2.5 ലക്ഷം രൂപയുടെ ഗിഫ്റ്റുകളാണ് ഓണസമ്മാനമായിട്ട് നൽകുന്നത്. അതും 1.5 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് അടക്കം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ വണ്ടി, ഞാൻ ലോകയാത്രയ്ക്ക് പോയ എൻ്റെ വണ്ടി അസർബൈജാനിൽ കുടുങ്ങിയ സമയത്ത് അത് തിരിച്ചു കൊണ്ടുവരാനുള്ള സാമ്പത്തികപരമായ കുറച്ച് പ്രശ്നം വന്നപ്പം ഞാനൊരു ക്യാമ്പയിൻ നടത്തി. ഏകദേശം 1500ഓളം പീസുകൾ ഒരു പ്രത്യേക ഡിസൈനുള്ള കീ ചെയിൻ സെയിൽ ചെയ്തിട്ട് ആ വണ്ടി അതിനോട് കുറച്ച് ഫണ്ട് കണ്ടെത്തിയിട്ട് വണ്ടി തിരിച്ചു കൊണ്ടുവരിക, അതായിരുന്നു ലക്ഷ്യം. പക്ഷെ അത് പ്രതീക്ഷിച്ചതിനേക്കാൾ വിജയിച്ചു. എല്ലാ കീ ചെയിൻസും വേഗം സെയിലായി. അങ്ങനെ TVSന്റെ കമ്പനിയൊക്കെ അതിനെപ്പറ്റി അറിഞ്ഞു. അപ്പം അവരെന്നോട് പറഞ്ഞു, മലയാളികൾ ഇത്രത്തോളം നമ്മുടെ ഒരു ബ്രാൻഡിന് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ. അങ്ങനെയാണ് അവരിങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. ഒരു പുതുപുത്തൻ ബൈക്ക്, ഏകദേശം 1.5 ലക്ഷം രൂപ വില വരുന്ന ഒരു പുതുപുത്തൻ ബൈക്ക് അവർ മലയാളികൾക്ക് ഓണസമ്മാനമായിട്ട് ഇപ്പം ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നു. ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഒരു ബൈക്കിന്റെ കുറവുണ്ട്, 1.5 ലക്ഷം രൂപയുടെ ബൈക്ക് എങ്ങനെയാണത് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണം? അതിപ്പം കളർ ബൈക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ കുടുംബമാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കാർക്കും ആണ് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ ചാനലായ മല്ലു ട്രാവലർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ ഒരു ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 10 ഞാൻ അപ്ലോഡ് ചെയ്യുന്ന 10 വീഡിയോസ് ഉണ്ട്. അതിലിപ്പം ഓൾറെഡി 4 പേരെ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി 6 വീഡിയോസും കൂടിയുള്ളത്. ഈ 10 വീഡിയോസിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത 10 വീഡിയോസിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ 10 വീഡിയോസിന് കമൻറ്റ് ചെയ്യുക. അപ്പം ഒന്നാമത്തെ വീഡിയോന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളൊരു വിന്നറെ സെലക്ട് ചെയ്യും. ആ വിന്നറെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളത് അനൗൺസ് ചെയ്യും. അപ്പം ആ ഒരു വിന്നറായി. അങ്ങനെ രണ്ടാമത്തെ വീഡിയോസിൽ നിന്നും അതിൻ്റെ കമൻറ്റിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യും. അത് മൂന്നാമത്തെ വീഡിയോയിൽ അനൗൺസ് ചെയ്യും. അങ്ങനെ 10 വീഡിയോസിൽ നിന്നും 10 വിജയികളെ കണ്ടെത്തും. ഈ 10 വിജയികളെ കണ്ടെത്തിയതിൽ നിന്നും ഫൈനലി എന്ത് ചെയ്യും, ഇവരെല്ലാവരും വിളിച്ചിട്ട് ഞങ്ങളൊരു ലക്കി ഡ്രോ നടത്തി അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ബ്രാൻഡ് ന്യൂ TVS അപ്പാച്ചെ ബൈക്ക് ഗീവ് അവേ ആയിട്ട്. ബാക്കി 9 പേര് ഏകദേശം 1 ലക്ഷം രൂപ വിലയില്ലേ? 1.5 ലക്ഷം രൂപ വരെ. 1.5 ലക്ഷം രൂപ വിലയാണ്. അത് മാർക്കറ്റിൽ നിലവിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ലേറ്റസ്റ്റ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു പ്ലാന് യൂട്യൂബർമാർക്കിടയിൽ ചിലപ്പോൾ ആദ്യമായിരിക്കാം. അതെ, തീർച്ചയായിട്ടും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് നിങ്ങളിപ്പോൾ എന്നെ ഇന്റർവ്യൂ എടുക്കുന്നതിന് എൻ്റെ ഫോളോവേഴ്സ് കാരണമാണ്. ഒന്നുമല്ലാത്ത തന്നെ ഈ ഒരു നിലയിലാക്കി എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അഫ്കോഴ്സ് നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കുമ്പോൾ നല്ല കനത്തിൽ തന്നെ കൊടുക്കണ്ടേ നമ്മൾ? അതായത് തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേരിൽ നിന്ന് അല്ല, ആ തിരഞ്ഞെടുക്കപ്പെട്ട 10 പേരിൽ നിന്ന് നെരുക്കെടുത്തിട്ട് അതിൽ നിന്ന് വിജയികളെ തിരഞ്ഞെടുക്കും. അതായത് 1ാം സമ്മാനക്കാര്, 2ാം സമ്മാനമുണ്ട്, 3ാം സമ്മാനമുണ്ട്, ബാക്കി 7 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ വേറെ ഉണ്ട്.
അതെല്ലാം കൂടി ഒരു 2 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് ഇടാം. ഞാൻ പറയുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സബ്സ്ക്രൈബേഴ്സ് താങ്കളുടെ കുടുംബമാണ് എന്ന് പറഞ്ഞല്ലോ. ഈ കുടുംബത്തിനിടയിൽ ഈ മുത്തച്ഛന്മാരും മുത്തശ്ശികളൊക്കെ ഉണ്ടാവല്ലോ, ഈ പഴയ കാലത്ത് തന്നെ കുടുംബത്തിന്റെ ഭാഗമായ ആളുകൾ. അപ്പൊ താങ്കളുടെ ആ സ്റ്റാർട്ടിങ് ഘട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളൊരു പരിഗണന എനിക്ക് നൽകാമോ? പക്ഷെ അത് ടെക്നിക്കലി ഞങ്ങൾ ഒരുപാട് നോക്കി, അങ്ങനെ എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ. അപ്പം നോക്കുമ്പോൾ ഞങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പണ്ട് സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ ഇപ്പോൾ ചെയ്താൽ നമുക്ക് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം ഓക്കെ, എല്ലാവർക്കും ഒരുപോലെ അതിൽ കറക്റ്റായിട്ട് ഞങ്ങളത് ഓരോ വിന്നേഴ്സിൻ്റെയും വീഡിയോ ചൂസ് ചെയ്യുന്ന വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്നലത്തെ വിന്നർ ആണെങ്കിൽ നാളെ പോസ്റ്റ് ചെയ്യും, അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ എല്ലാ വിന്നേഴ്സിനും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്, അവരൊക്കെ പരസ്പരം പരിചയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുള്ള വാർത്ത, ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ വിജയ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുള്ളേരിയിലുള്ള ഒരു കാസർഗോഡുകാരനാണ്. ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ വിജയ് കണ്ണൂരിലൊരാളായിരുന്നു. സെക്കൻഡ് എപ്പിസോഡും മലപ്പുറത്തേക്കാണ് പോയത്. തേർഡ് എപ്പിസോഡ് വന്നത് കാസർഗോഡ് മുള്ളേരിയിൽ ഒരു പയ്യനാണ്. അപ്പം മലബാർ ഭാഗത്ത് തന്നെയാണ് ഈ 3 വീഡിയോസിന് കാസർഗോട്ടുകാരാ നമുക്ക് കാണാനുണ്ട്. ചിലപ്പോൾ ആ വണ്ടി അദ്ദേഹത്തിനാണ് ലഭിക്കുകയെങ്കിൽ KL 14 രജിസ്ട്രേഷനിൽ ആ വണ്ടി ഇവിടെ കിടന്ന് കറങ്ങും. അതാണ് ഇവിടെ ഈ പബ്ലിക് കേരളയുടെ പരിസരത്ത് ഉണ്ടാകും എന്നാണ് ഷാക്കിർ പറയുന്നത്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. ഷാക്കിറെ, മറ്റു പല കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല. എന്തായാലും ഷാക്കിറിന്റെ ഈ ഒരു എന്താ പറയുന്നത് സബ്സ്ക്രൈബേഴ്സിനോടുള്ള ഈ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് പ്രകടിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാൻ പറ്റുന്നില്ല. ഷാക്കിറൊക്കെ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പോൾ ഷാക്കിർ പുതിയ വീടൊക്കെ കെട്ടാണ് എന്നൊക്കെ. അതെ, ഞാനിപ്പം എൻ്റെ വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ഒരു വേൾഡ് റൈഡിനിടയിൽ ബ്രേക്ക് എടുത്ത് വന്നു. അപ്പോൾ നാട്ടിലുണ്ടല്ലോ, നാട്ടിലുള്ള സമയത്ത് എനിക്ക് വീടെടുക്കണമെന്ന് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. കാരണം എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പം ഈ ആൾക്കാർ വീടിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. നമ്മൾ മലയാളികളാണ് ശരിക്കും വീട് എന്ന സങ്കല്പത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വലിയ വലിയ വീടുകൾ കെട്ടുക, വലിയ വലിയ കൊട്ടാരം പോലത്തെ വീടുകൾ കെട്ടുക. പല രാജ്യങ്ങളിലും ഒന്നുകിൽ ആൾക്കാർ വാടകയ്ക്കായിരിക്കും, അതല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു വീടുകളായിരിക്കും. വീടിൻ്റെ വലുപ്പത്തിലൊന്നും ആർക്കും വലിയ ഇതില്ല. അപ്പോൾ ഞാനും എൻ്റെ വീട്ടുകാരോട് പറഞ്ഞത് എനിക്ക് വീട് വേണ്ട, ഞാൻ ഒരു ഓടിട്ട ചെറിയ വീട് എടുത്തോളന്നായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ ഭാര്യയുടെ ഒരു താല്പര്യം, അഫ്കോഴ്സ് നമ്മുടെ ഭാര്യമാരുടെ താല്പര്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ മുൻഗണന കൊടുക്കണം. അല്ല, എനിക്ക് ഈ വീടിൻ്റെ കാര്യത്തിൽ മലയാളികളുടെ കമ്പത്തിന് പിന്നിലൊരു രഹസ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ മലയാളികളുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു വലിയ കുടുംബമാണ്. മറ്റു രാജ്യങ്ങളിലുള്ള ആളുകളുടെ കുടുംബം എന്ന് പറയുന്നത് 1, 2, 3 പേര്. അവർ ഈ 3 പേരെയും കൊണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ട് കുറേ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ, ട്രാവൽ ചെയ്യുന്ന വാഹനങ്ങളിൽ വീടിനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ട് അവർക്ക് പോവാം. ഈ 10-15 പേരെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ, അതാണ് പ്രശ്നം. പക്ഷെ ഇപ്പം മലയാളികളും കുഞ്ഞു അണുകുടുംബങ്ങളായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വീട് പണി സെറ്റായി വരുന്നുണ്ട്. എന്താ പറയുക, അതിൻ്റെ മുകളിലത്തെ നിലയുടെ പിന്നെ സ്ട്രക്ചറൊക്കെ ഇങ്ങനെ വാർത്തു വരുന്നുണ്ട്. അപ്പം അതിൽ ഒരു വലിയ പ്രചോദനമുണ്ട്. ഈ വളർന്നു വരുന്ന യൂട്യൂബർമാർക്കൊക്കെ ഷാക്കിർ വലിയൊരു പ്രചോദനമാണ്. നിങ്ങൾ വീട് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അല്ലേ, ഇത് യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് നൽകുമെന്നുള്ള ഒരു കാര്യം അദ്ദേഹം തന്നെ തെളിയിച്ചു തന്നതാണ്. യൂട്യൂബ് റവന്യൂയിലൂടെയാണ് അദ്ദേഹം വീട് കെട്ടുന്നുള്ളത്. അത് വലിയൊരു സംഭവമാണ്. ഷാക്കിറിന്റെ ആ പ്ലാനിന്റെ ഭാഗമാവുക, മല്ലു ട്രാവലറിനെ നെഞ്ചിലേറ്റുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോഴുണ്ട് എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മുന്നോട്ട് വരിക. മല്ലു ട്രാവലർ കേരളത്തിൻ്റെ മലയാളികളുടെ മല്ലു ട്രാവലർ ആണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയാം. എന്നാലും നമുക്ക് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ കുടിച്ചിട്ട് പിരിഞ്ഞാലെന്ത്. അതെ, തീർച്ചയായിട്ടും. അവസാനമായിട്ട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ശരിക്കും എനിക്ക് വന്ന് ഇപ്പം കാസർഗോഡുള്ള ആൾക്കാർ ഒരുവിധം അല്ല, ഞാൻ ചാനൽ മുമ്പ് കണ്ടിട്ടുണ്ട്. മുമ്പ് കാണാൻ കാരണം പ്രതികരിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് നിങ്ങളെ കാണുമ്പോൾ കൊതിയാണ്. നിങ്ങളൊക്കെ ഓരോ ആൾക്കാരായിട്ട് അലക്കുന്നതാണ് ഞാൻ വേഗം ഫോണിലും ഭാഗ്യം. കാരണം എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. എൻ്റെ ഇപ്പം എൻ്റെ ഫോളോവേഴ്സ് എന്ന് വെച്ചാൽ പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പല മതപരമായ കാര്യങ്ങളിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ എനിക്കൊരിക്കലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ മതപരമായിട്ടോ പറഞ്ഞ് എനിക്ക് ഒന്നും പ്രതികരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ പലരും പരസ്യമായിട്ട് ഫേസ്ബുക്കിലേക്കൂടെ യൂട്യൂബിലേക്കൂടെ പ്രതികരിക്കുമ്പം നമ്മൾ കൊതിയോട് നോക്കിയിരിക്കുന്നതാണ്. ഞാനൊക്കെ പണ്ട് നല്ലവണ്ണം പ്രതികരിച്ചതാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ജയിലിലൊക്കെ പോയിട്ടുണ്ട്. അത് ആരും അറിയാത്ത കാര്യങ്ങൾ അതൊക്കെ. ഞാൻ മാത്രമല്ല, എന്റെ പ്രേക്ഷകർക്ക് ഒരു സംഭവമുണ്ട്. ഞാൻ മാത്രമാണ് ഇപ്പൊ ഈ ജയിലിൽ പോയിട്ടുള്ളത് എന്ന്. യൂട്യൂബറായ ഷാക്കിറും പോയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്, കോടതിയിൽ പോയിട്ടുണ്ട്, വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അറ്റംപ്റ്റ് മർഡർ, കൊലപാതക ശ്രമം, 2 വർഷം ഞാൻ കോടതി വരാതെ കയറി ഇറങ്ങിയിട്ടുണ്ട്. കേസ് ഇപ്പോഴും ഉണ്ടോ? അതെല്ലാം തീർന്നു, കോംപ്രമൈസ് ആക്കി, എല്ലാം കോംപ്രമൈസ് ആക്കി സെറ്റായി നിൽക്കുകയാണ്. ഇനി ആ മേഖലയിലേക്ക് ഞാൻ ഇല്ല എന്നാണ് ഷാക്കിർ പറയുന്നത്. സമാധാനത്തിന്റെ വെള്ളരി പ്രാവായിട്ട് മാറി. ഇപ്പൊ സമാധാനത്തിന്റെ വെള്ളരി പ്രാവ് ഇങ്ങനെ പറത്തി വിടുമ്പോ അറിയാതെ താഴെ വീഴാറുണ്ട്.
എന്നാലും ഇപ്പം നിങ്ങളിപ്പോൾ ചെയ്യുന്ന പോലെ ചില കാര്യങ്ങൾ പ്രതികരിക്കുന്ന കാണുമ്പോൾ ഓഫ് കോഴ്സ് എനിക്കും അങ്ങനെ ആഗ്രഹം തോന്നുന്നതാണ് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ നിങ്ങൾക്കിപ്പോൾ ഓക്കെ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് ജെന്യൂനായി നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു കാര്യം പ്രതികരിച്ചാൽ പിന്നെ എനിക്ക് 1000 ഇവിടുന്ന് റിക്വസ്റ്റ് വരും, ഇതും കൂടി പറ ബ്രോ, ഇതും കൂടി ചെയ്യുക, പ്രതികരിക്കുക. വേറെ പലതും വരും. മോനെ എന്റെ സബ്സ്ക്രൈബറാണ് ഞാൻ, ഇനി ഇല്ല. അത് മാന്യമായിട്ട് എല്ലാവരും അത് യൂട്യൂബിൽ കുറവാണ്. യൂട്യൂബിൽ അങ്ങനെയുള്ള ഹരാസ്മെന്റ് കമന്റ്സ് വളരെ കുറവാണ്. ഫേസ്ബുക്കിൽ ഇഷ്ടമാണ് പബ്ലിക് കേരളയുടെ കമന്റ് ബോക്സ് കാണാത്തത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെ കമന്റ് ചെയ്യുന്നവർ അറിയേണ്ടെന്നറിയോ, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ നിങ്ങളുടെ കമന്റ് ബോക്സ് തീർക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അതിന്റെ മറ്റൊരു കാരണം അതിലൂടെ റീച്ച് കൂടി വരിക എന്നുള്ളത് പ്രത്യേകിച്ച് ഇവരുടെ ചാനലൊന്നും വരാനില്ല. ഞാൻ പറഞ്ഞ ശരിയല്ലേ? തീർച്ചയായും. അപ്പൊ നമുക്ക് നിർത്താം. എന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം. അതിന്റെ വീഡിയോസ് ഒക്കെ ആഡ് ചെയ്യാം.